ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞങ്ങൾ ഇന്നുള്ളത് കൂർഗിലാണ് കേട്ടോ. ഞങ്ങളുടെ ഈ കോസ്റ്റ്യൂം വേണ്ട ആരും തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങൾ ഒരു അമ്പലത്തിൽ പോയിട്ടാണ് വരുന്നത്. വേറെ എവിടെയല്ല കേട്ടോ, നമ്മുടെ പറശ്ശിനിക്കട അമ്പലത്തിലേക്കാണ് ഞങ്ങളുടെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ വന്നത്. അവിടെ നിന്നാണ് ഞങ്ങളുടെ പ്ലാൻ പെട്ടെന്ന് മാറിയത്. അങ്ങനെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് കൂർഗിലേക്ക്. കൂർഗിൽ എത്തുമ്പോഴേക്കും നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു 8 മണി. അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ റിസോർട്ടൊക്കെ ഒന്ന് തപ്പിപ്പിടിച്ചത്. പക്ഷെ അടിപൊളി റിസോർട്ട് തന്നെയായിരുന്നു കേട്ടോ. ഒരു കോഫി ബീൻ എന്ന് പറഞ്ഞൊരു റിസോർട്ടായിരുന്നു. നല്ല സർവീസും ആയിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. ഒരു റൂം താഴെയും ഒരു റൂം മേലെയാണ് ഞങ്ങൾ എടുത്തത്. റൂം നല്ല സ്പേഷ്യസ് റൂമായിരുന്നു, നല്ല സ്പേസ് ഉണ്ടായിരുന്നു. കൂടാതെ ഒരു ചെറിയൊരു ദിവാനും ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കിടക്കാം, പക്ഷെ എക്സ്ട്രാ പേഴ്സൺ ചാർജ് കൊടുക്കണമായിരുന്നു. പിന്നെ നമ്മൾ രണ്ടുപേരായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ ബാൽക്കണി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു മിററായിരുന്നു കേട്ടോ. നമുക്ക് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു നല്ല മിററാണ്. എന്തായാലും എനിക്ക് പേഴ്സണലി ആ മിറർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാ പിന്നെ എൻ്റെ നാത്തൂൻ കർട്ടനൊക്കെ മാറ്റി വ്യൂ കാണിക്കാന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്തതാണ്. പക്ഷെ രാത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ച് വ്യൂ ഒന്നും കണ്ടില്ല. കിച്ചൂസിന് എന്തായാലും അവിടുത്തെ റൂം കാര്യങ്ങളൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടോ. ആള് ഫുള്ള് കളിയായിരുന്നു. കാരണം നല്ല സ്പേസ് ഉണ്ടായിരുന്നു അവൾക്ക് കളിക്കാൻ. അപ്പോഴത്തേക്കും നമ്മുടെ ഏട്ടന്മാർ ഫുഡും കൊണ്ടുവന്നു കേട്ടോ. കുറേ ചിക്കനും മട്ടനും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് നൈറ്റ് വാക്ക് പോകാമെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നല്ല മഞ്ഞുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടുത്തെ റിസോർട്ടൊന്നും കാണാത്തതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇപ്പം തന്നെ പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ട. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പ്ലേ ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് അത് കണ്ടപ്പോൾ കയറണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ പറഞ്ഞു വേണ്ട, നൈറ്റ് അല്ലേ, അതുകൊണ്ട് ഇപ്പം വേണ്ട, രാവിലെ കൊണ്ടുവരാമെന്നും പറഞ്ഞ് ചുസ്നമെല്ലാം ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി. ഞങ്ങൾ പോയ ടൈമിൽ നല്ല മഞ്ഞായിരുന്നു കേട്ടോ. നൈറ്റ് ആയി, ഒരു 10 മണിയൊക്കെ ആയി. പക്ഷെ നല്ല മഞ്ഞായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് നേരെ റൂമിലേക്ക് പോയി. ഇത് പിറ്റേ ദിവസം മോർണിംഗ് ചോർക്കത്തിൽ നിന്ന് എണീറ്റതാണ് കേട്ടോ. നമുക്ക് രാവിലെ പോകണം, എന്നാലേ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റില്ലോ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ഈ ചൂസിനെ മെല്ലെ അവിടെ നിന്ന് കുത്തിപ്പൊക്കിയിട്ടോ. പക്ഷെ ആൾ ഒരു വാശിയും കാണിക്കാതെ എണീറ്റ് വന്നു. നൈറ്റ് കർട്ടൻ മാറ്റി നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് മോർണിംഗ് ഞാനൊന്ന് കർട്ടൻ മാറ്റി നോക്കട്ടെ, എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് இந்த കർട്ടനൊക്കെ മാറ്റിണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ കുറെ കപ്പിൾ റീലൊക്കെ എടുക്കാൻ നോക്കിയതാണ്. ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്ത റൂമിന്റെ ഒരു ഫ്രണ്ട് വ്യൂ. ഇന്നലെ നൈറ്റ് വ്യൂ അല്ലേ കാണിച്ചിരുന്നത്. പിന്നെ ഇതിന്റെ ഉള്ളിലോട്ടേക്ക് കുറേ റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഒരു അടിപൊളി റിസോർട്ട് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ രാവിലെ എണീച്ച് റെഡി ആയി പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാക്കാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ. അവിടെ എന്താ ഫുഡൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നു ഫുഡൊക്കെ കഴിച്ചു. കുട്ടു വന്നില്ല കേട്ടോ, അവന് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചത് അവിടെ ദോശ, ജാമ്, പാസ്ത, പിന്നെ എന്തോ റൈസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ലായിരുന്നു ഫുഡ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിച്ച് നേരെ റൂമിലേക്ക് പോവാണ്. പിന്നെ ടൈമൊന്നും കാണില്ല, പെട്ടെന്ന് നമ്മൾ റെഡിയായി കാറിലേക്ക് കയറിയിട്ടോ. നമുക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്കും ഇച്ചൂസ് വേഗം അവളുടെ ടോയ്സ് ഒക്കെ എടുത്ത് കൈ പിടിച്ചു. അവൾ അതിനെന്തോ 2 പേര് ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് മറന്നുപോയി. അതാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അതിൻ്റെ പേരൊക്കെ പറയുന്നത്. ഇതിനെയും കൂട്ടിയിട്ട് മാത്രമേ ഞാൻ നടക്കില്ലോ എന്നൊക്കെയാണ് ആൾ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അവിടെ കണ്ട ഏട്ടൻ്റെ അടുത്ത് ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്, ബെസ്റ്റ് പ്ലേസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ചോദിക്കുകയായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ രാജസീറ്റ് ഗാർഡൻ ആയിരുന്നു. അവിടെ പോയപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇത് കോളേജ് പിള്ളേരോ സ്കൂൾ പിള്ളേരോ ഒക്കെ ആയിരുന്നു. അവർ എൻട്രി കഴിട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നു. ഇവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഒരാൾക്ക് 20 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് കുറേ നടക്കാണ്ട് കേട്ടോ. അവർ നല്ലപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഉച്ചയ്ക്ക് വരുന്നതിനെക്കാട്ടും നല്ലത് ഈവനിങ് വരെയാണ് കേട്ടോ. ഈവനിങ് വെയിലൊന്നും ഉണ്ടാവില്ല, അപ്പം നല്ല രസമായിരിക്കും. ഞങ്ങൾ വന്നൊരു ടൈം എന്ന് പറഞ്ഞാൽ മോർണിംഗ് ഒരു 10:30 അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴും നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയ ഒരു വ്യൂ എന്ന് പറയാൻ. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് കാണാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈവനിങ് വരെയാണെങ്കിൽ കുറച്ച് നല്ല രസം ഉണ്ടാവുമായിരുന്നു. വെയിലൊന്നും ഇല്ല, തണുപ്പായിരിക്കും, അങ്ങനെ കുറച്ച് ഇതുണ്ടാവുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതാ പോയത്, അവിടെ ഒരു ഐ ലവ് കൂർഗ് എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ടായിരുന്നു. സോ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് പോയതാണ്. നോക്കുമ്പോൾ നിറയെ തിരക്കാണ്. വെയിറ്റ് ചെയ്തായിരുന്നു ഞങ്ങൾ നിന്നത്. പിന്നെ ഞങ്ങൾക്ക് ചാൻസ് കിട്ടി. ഇപ്പം ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. ഇത് ഇച്ചൂസ് എന്തൊക്കെയോ പറയണ്ടേ, അമ്മ എനിക്ക് മൈക്ക് താ, ഞാൻ സംസാരിക്കാന്നൊക്കെ പറഞ്ഞാണ് ആള് സംസാരിക്കുന്നത്. അപ്പം ഇച്ചൂസിന് ഇതിന്റെ മേലക്കാരൻ പറഞ്ഞു. പക്ഷെ ഇച്ചൂസിന് നല്ല പേടിയുണ്ട് കേട്ടോ. ആള് കാണുന്ന പോലെ ഒന്നും ആൾക്ക് നല്ല പേടിയാണ്. അതുകൊണ്ട് അച്ഛനെ വിളിച്ച് അവിടെ നൈസായി പോയി. എന്നിട്ട് ചവിട്ടി നോക്കണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ജീവനൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആളിരുന്നത്. പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഞങ്ങള്. നെക്സ്റ്റ് ജിറാഫിൻ്റെ അടുത്ത് ഓടിപ്പോവാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നു, അമ്മ ഇത് എന്തൊരു ഹൈറ്റ് അമ്മ, എനിക്ക് ഇതിന്റെ വായിൽ തൊടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. ഒരു ചാൻസും ഇല്ല, ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതാ അടുത്തത് പീകോക്ക്. ഇച്ചൂസ് പിന്നെ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ദെൻ നെക്സ്റ്റ് ഇത് സിപ്പ് ലൈൻ ആയിരുന്നു കേട്ടോ. അത് നല്ലതാണോ എന്നൊക്കെ റിസർച്ച് ചെയ്യായിരുന്നു. 2 പേരും കൂടി നിന്ന് നമുക്ക് കയറിയാലോ, പക്ഷെ അതിന്റെ സേഫ്റ്റി അറിയണം, എന്നാലും കയറണമെന്നുണ്ടായിരുന്നു. മേഘം നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നോക്കി അന്വേഷിച്ച് ഞങ്ങൾ 2 പേരും കയറാൻ തീരുമാനിച്ചു.
ഞങ്ങൾക്ക് രണ്ടുപേർക്കും കയറുന്നതിന്റെ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. മേയ്ക്കും അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ. ഇവരോട് ചോദിച്ചപ്പോൾ ഇല്ല ഞങ്ങൾ കയറുന്നില്ല, നിങ്ങൾ രണ്ടുപേരും കയറിക്കോ എന്ന് പറഞ്ഞിരുന്നു. അല്ലെങ്കിലും അതേ പറ്റില്ല കേട്ടോ, കാരണം ഇച്ചൂസ് ഉണ്ടല്ലോ. ഇച്ചൂസ് പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് കയറാനൊന്നും സമ്മതിക്കില്ല, അവൾക്ക് അറിയാമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കയറാമെന്നും പറഞ്ഞിട്ട് വേഗം ബെൽറ്റ് ഒക്കെ ഇട്ടു കേട്ടോ. ഇച്ചൂസിനെ നൈസായിട്ട് പാർക്കിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു കൂട്ടും. പിന്നെ ഞങ്ങൾ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് ഞങ്ങൾ സെറ്റ് ആയിട്ട് രണ്ടുപേരും കയറാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് തരാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നല്ല കോൺഫിഡൻസ് ഞങ്ങൾ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ബായ് ഒക്കെ പറഞ്ഞിട്ട് മേലെ പോയിട്ടോ. ആ സമയത്ത് ഇച്ചൂസിനെ പാർക്കിൽ കൊണ്ടുവന്നത് ഞങ്ങൾ സേഫാണ്. ഇച്ചൂസിന് പിന്നെ പാർക്ക് കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. പിന്നെ അവൾ അമ്മ എവിടെ പോയാലും കുഴപ്പമില്ല, ഞാനിവിടെ കളിച്ചോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇച്ചൂസിനെ ഞങ്ങൾ പാർക്കിൽ സെറ്റാക്കി. ഫസ്റ്റ് തന്നെ പോകുന്നത് മേഘയാണ് കേട്ടോ. ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ട്, ഇങ്ങനെയായിരിക്കും എന്നൊക്കെ. ഫോണിൽ നമുക്ക് വെക്കാറുണ്ട്, പക്ഷെ ഇത് കയ്യിൽ നിന്ന് വീണ് പോകുന്നൊക്കെ നല്ല ടെൻഷനായിരുന്നു. പിന്നെ ഇല്ല വെച്ചോ, കുഴപ്പമൊന്നുമില്ല, വീണ് പോയാൽ നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആള് പോവാണ്. ഇച്ചൂസ് പിന്നെ ഫുൾ കളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും ഒരു കുഴപ്പമില്ല, അവളുടെ ഇഷ്ടത്തിന് കളിക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഞാനായിരുന്നു കേട്ടോ. കയറുന്നതിന് മുമ്പ് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കയറിയോ പിന്നെ ടെൻഷനൊന്നുമില്ല. പേടിച്ചാരും നിൽക്കരുത് കേട്ടോ. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഞങ്ങൾക്ക് രണ്ടാക്കും അത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇച്ചൂസ് എന്നാലും ഇത് ഇച്ചൂസിന്റെ കളിയൊന്നും അവസാനിപ്പിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇച്ചൂസിനെ വിളിക്കാൻ വേണ്ടി പാർക്കിലേക്ക് പോയി. വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഞങ്ങൾ വേറെ ഒന്നും ട്രൈ ചെയ്തില്ല. അത് മാത്രം ട്രൈ ചെയ്തിട്ട് ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കാമെന്നും പറഞ്ഞിട്ട് കുട്ടു കണ്ടുപിടിച്ചിട്ട് വിളിച്ചിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ തവി രണ്ടുപേരും കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോസിനും വീഡിയോസിനും പറ്റിയൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഇതുപോലെ കുറേ നടക്കാനുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഈവനിങ് വരെയാണെങ്കിൽ കുറച്ച് നല്ല രസമുണ്ടാവും. പിന്നെ അവിടെ ആനേനെ കണ്ടപ്പോൾ വിശ്വസിനായി ആനേനെ കാണണം, അതിനു വേണ്ടി പോവാണ് അവള്. അങ്ങനെ ഞങ്ങൾ ആനേനൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോവാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയത് എന്താ, വേറെ കുറേ സ്കൂൾ പിള്ളേർ വന്നു, നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ അവിടെ പിന്നെ അവിടെ കണ്ട് ചെയ്തൊരു ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് ഞാൻ ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ. പക്ഷെ അതൊരു ടേസ്റ്റും ഇല്ലായിരുന്നു, വെറുതെ പൈസ പോയി എന്നല്ലാതെ. പിന്നെ അങ്ങനെ ചോക്ലേറ്റ് വാങ്ങിച്ച് ഞങ്ങൾ കാറിൽ വന്നിരിക്കും, നോക്കുമ്പോൾ ഉണ്ട് ഇവിടെ ഇരുന്ന ഒരാൾ മാങ്ങയും പൈനാപ്പിളും എന്തൊക്കെയോ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് കഴിക്കും. അവൾക്കൊരു ഐസ്ക്രീം വേണം പറഞ്ഞ് അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത്. പിന്നെ ഞങ്ങൾ പോയത് മണ്ടൽപ്പെട്ടി പീക്കിലേക്കാണ് കേട്ടോ. ഇവിടെ നമ്മൾ ആക്ച്വലി ജീപ്പ് എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ ഇവിടെ നിന്ന് ജീപ്പ് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, കാരണം കുറേ ദൂരം നല്ല റോഡ് തന്നെയാണ്. പിന്നെയാണ് ഓഫ് റോഡ് വരുന്നത്. പക്ഷെ നമുക്കത് അറിയില്ലല്ലോ. അവരടുത്ത് സംസാരിച്ചപ്പോൾ അവർ ഇവിടുന്ന് വണ്ടി എടുക്കണം, ഫുൾ ഓഫ് റോഡാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ജീപ്പ് ഇവിടെ നിന്ന് എടുത്തത്. 3000 അങ്ങനെ എന്തോ ആണ് ഞങ്ങൾക്ക് ചാർജ് ചെയ്തത്. അപ്പോൾ കുറച്ച് തരാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 2-3 പേഴ്സണേയും കൂടി എക്സ്ട്രാ ജീപ്പിൽ കയറ്റി കഴിഞ്ഞാൽ കുറച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാത്രമായിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ ജീപ്പ് സഫാരി കുറച്ചുകൂടി മേലെ പോയിട്ട് എടുക്കുന്നതാണ് നല്ലത്. കണ്ടില്ലേ, ഇതുപോലത്തെ പ്ലെയിൻ റോഡാണ്, അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് പോകാൻ പറ്റും. പക്ഷെ നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും താഴത്തുനിന്ന് തന്നെ ജീപ്പ് എടുത്തത്. പിന്നെ ഇതെവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ പൈസ പേ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ച് താഴെയായിട്ട് മതി നമുക്ക് ജീപ്പ് സഫാരി എടുക്കുന്നത്. അതുവരെ നമ്മുടെ വണ്ടികൾ സുഖമായിട്ട് വരും. പിന്നെയാണ് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓഫ് റോഡ് എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു. ആക്ച്വലി ഇവർ പറഞ്ഞത് മേലെ ഫുൾ നല്ല മഞ്ഞ് കാര്യങ്ങളൊക്കെ ആണ്, പിന്നെ ഫുള്ള് പച്ചപ്പാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയതെങ്കിലും അത്രയ്ക്ക് വലിയ മഞ്ഞോ പച്ചപ്പോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കാം ഫുള്ള് പുല്ലൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കയറിപ്പോയത്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലത്തെ അത്ര ഹൈപ്പൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസും പിന്നെ ഒരു പ്രാവശ്യം കാണാം, അങ്ങനെ ഒരു പ്ലേസാണ്.
അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവില്ലേ. പക്ഷെ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. ഇവിടെ വേണം വണ്ടി പാർക്ക് ചെയ്ത് നമുക്കൊരു 1.5-2 കിലോമീറ്റർ പിന്നെ ഇവിടുന്ന് നടക്കാനുണ്ട്. പിന്നെ ഇതവിടെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1.5-2 കിലോമീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ. നല്ല വെയിലായിരുന്നു. ഇതവിടെ നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ എങ്ങനെ കയറുന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവർ 1 മണിക്കൂർ ടൈമാണെന്ന് തോന്നുന്നു നമുക്ക് പറഞ്ഞത്. 1 മണിക്കൂറിനുള്ളിൽ താഴെ ഇറങ്ങണം. പക്ഷെ അത് കുറച്ച് ടാസ്ക്കായി തോന്നി എനിക്ക്. കാരണം നമുക്ക് ഒരു ടൈം കിട്ടാത്ത പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. നമുക്ക് മെല്ലെ കയറാനുള്ള ഒരു ടൈം അവിടെ തന്നില്ല അവർ. ആ ജിപ്പ് സഫാരി എടുത്തവരാണ് അത് ആക്ച്വലി പറഞ്ഞത്. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ താഴെ ഇറങ്ങി വരണം എന്ന്. അയ്യോ, ഇനി 2 കിലോമീറ്റർ നടക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകണം കേട്ടോ. പക്ഷെ നല്ലൊരു സ്മൂത്ത് ഏരിയ ഒന്നുമല്ല. പെട്ടെന്ന് അങ്ങനെ നമുക്ക് നടക്കാൻ പറ്റില്ല. കാരണം കുറേ കല്ല് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് ദൂരം ഇങ്ങനെ നടക്കുമ്പോഴേക്കും സ്റ്റെപ്സ് വരാൻ തുടങ്ങി. ഇത് കുറച്ച് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇത് കുറച്ച് നോർമൽ ഏരിയ തന്നെ ആയിരുന്നു. പിന്നെ കുറച്ചുകൂടി കയറുമ്പോഴേക്കും ഇതുപോലത്തെ കല്ലൊക്കെ അപ്പം നമ്മുടെ കാലൊക്കെ സ്ലിപ്പാവാൻ തുടങ്ങി കേട്ടോ. കുറേ വയസ്സായ അമ്മമാരും ഒക്കെ കയറുന്നുണ്ട്. അവരൊക്കെ നല്ല അടിപൊളിയായി കയറുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കായിരുന്നു കുറച്ചുകൂടി മടി ഉണ്ടായിരുന്നു. കുട്ടുവിനെ ഇത് ഈ സ്റ്റെപ്പ് വഴി കയറണം, നമുക്ക് സൈഡിലൂടെ കയറാന്ന് പറഞ്ഞിട്ട് അധികം കയറിപ്പോണ്ടത്. അങ്ങനെയും കുറേ ആൾക്കാർ കയറിപ്പോണ്ട് കേട്ടോ. സ്റ്റെപ്പ് വഴി വേണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ കല്ല് നല്ല ഉരുളൻ കല്ലാണ്. സോ അത് ചവിട്ടി കഴിഞ്ഞാൽ സ്കിപ്പാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതാണ് മേലെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ. മേലെ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വെയിലുണ്ടെങ്കിലും നമുക്ക് അത്രമാത്രം ഫീൽ ആവുന്നില്ല. ഒരു നല്ല രസമുണ്ടായിരുന്നു. മേലെ പോയത് ഇരിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ അത്. അവിടെ നല്ല തണുപ്പാണ്. വേറൊരു പ്ലേസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ സോനു അവിടെ എന്തോ നോക്കി നിൽക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴാണ് അത് ഈ സ്റ്റെപ്പ് കണ്ടത്. ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അവിടെ എന്തൊരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി സ്റ്റെപ്പ് ഇറങ്ങി. സോനു പിന്നെ ഓടിയിട്ടില്ല, ഇറങ്ങില്ലു. സ്റ്റെപ്പൊക്കെ കണ്ടാൽ സോനുവിന് ഭയങ്കര ഇഷ്ടം. ഞങ്ങളാണെങ്കിൽ മെല്ലെയാണ് കേട്ടോ ഇറങ്ങി. സ്റ്റെപ്പ് നല്ല രസമായിരുന്നു. എന്തായാലും ഞങ്ങൾ അതൊക്കെ ഇറങ്ങി താഴെ എത്തിയിട്ടോ. അപ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ഇവിടെ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു പ്ലേസ് തന്നെയായിരുന്നു. പിന്നെ നല്ല തണുപ്പും ഉണ്ട്, എന്നാൽ വെയിലും ഉണ്ട്. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് ആ സ്റ്റെപ്പ് കയറണല്ലോ എന്ന് വിചാരിച്ചു. ഇറങ്ങി എത്ര സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി. കാരണം നമ്മുടെ മുമ്പിൽ ഒരു 1 ഹവറാണ് ടൈം. പക്ഷെ അതെനിക്ക് കുറച്ച് കുറവായിട്ടാണ് തോന്നിയത് കേട്ടോ. കയറി ഇറങ്ങുമ്പോഴേക്കും നമുക്കൊരു മെല്ലെ ഇറങ്ങേണ്ട ടൈം അവിടെ ഇല്ല. പക്ഷെ ഞങ്ങൾ നല്ലപോലെ ലേറ്റ് ആയിട്ടോ. 1.5 മണിക്കൂർ എന്തോ ആയിട്ടോ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല വിശക്കാൻ തുടങ്ങി എല്ലാവർക്കും. പിന്നെ ഹോട്ടലുണ്ടോ നോക്കിയപ്പോൾ അവിടെ അടുത്തൊന്നും ഒരു ഹോട്ടലും ഇല്ല. പിന്നെ അവിടെ നിന്ന് 10-20 മിനിറ്റ് വന്നിട്ടാണ് ഞങ്ങൾക്ക് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചത്. പിന്നെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. എന്തായാലും അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴെന്താ അവിടെ ഒരു പണ്ടത്തെ ടൈപ്പ് സ്കൂട്ടർ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോട്ടോ. അതിൽ ഫുഡൊക്കെ കൊള്ളായിരുന്നു അവിടുത്തെ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ പോയത് ഒരു വാട്ടർഫോൾസ് കാണാനായിരുന്നു കേട്ടോ. അവിടെയും നടക്കാനുണ്ടായിരുന്നു. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇച്ചൂസിന് അച്ഛനില്ലോണ്ട് ഇച്ചൂസിന് അച്ഛൻ എടുത്തോളൂ. അതുകൊണ്ട് ഞാൻ ഫ്രീ ആണ്. എന്തായാലും എവിടെ പോയാലും പിന്നെ ഈ സ്റ്റെപ്സ് ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല കേട്ടോ. എവിടെ പോയാലും സ്റ്റെപ്സ് ഉണ്ടാവും. ഈ സ്റ്റെപ്സ് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കയറാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അവിടുത്തെ വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായി. അതുകൊണ്ടാണ് കേട്ടോ ആ വാട്ടർഫോൾസിൻ്റെ 2 ഫോട്ടോ മാത്രം ഞാൻ ഇതിൽ ആഡ് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ ഒരു ഹോട്ടലാണ്. പിന്നെ ഇവിടെ ഒരു ഗവൺമെൻറ് മ്യൂസിയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ കയറി ചെന്ന ടൈം എന്ന് പറഞ്ഞാൽ 5:50 ആയിരുന്നു. 6 മണിക്ക് കറക്റ്റ് അത് ക്ലോസ് ചെയ്തു. സോ മ്യൂസിയം ഓൾറെഡി ക്ലോസ്ഡ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് ഈ ഫോട്ടോ ഒന്ന് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് റൗണ്ട് അടിച്ച് ആ ഫോട്ടോ ഒക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളും എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയിട്ടോ. പിന്നെ ഇച്ചൂസിനെ കൊണ്ട് ഞങ്ങൾ നേരെ പൂളിലേക്ക് പോയിട്ടോ. നല്ല തണുപ്പായതുകൊണ്ട് ആളെ ഇറങ്ങിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.